മാഡൻ ജൂലിയൻ ഓസ്ട്രേലിയൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി. ഇതിന്റെ ഭാഗമായി അറബിക്കടലിൽ മേഘരൂപീകരണം സജീവം. ഇതോടെ മഴ സാധ്യത വർദ്ധിക്കുകയാണ്. തുള്ളിക്കൊരുക്കുടം പേമാരി ചൊരിയുമോ? പൊള്ളുന്ന ചൂടാണ് മഴയുടെ ഈറ്റില്ലം കൂടിയായ കേരളത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതിൽ നിന്ന് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീഷ്ണത ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമാണ്. എന്നാൽ ചെറിയൊരു ആശ്വാസത്തിന് വകയുണ്ട്. അതെ, മാഡൻ ജൂലിയൻ ഓസിലേഷൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കാറ്റ്, മഴ, മേഘങ്ങൾ, മർദ്ദം എന്നിവയൊക്കെ ഒരു പ്രസ്തുത സ്ഥാനത്തു നിന്നും കിഴക്ക് ഭാഗത്തേക്ക് വിലങ്ങനെ സഞ്ചരിക്കുകയും ശരാശരി 30 മുതൽ 60 ദിവസത്തിനകം അതേ സ്ഥാനത്തേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന കാലാവസ്ഥ പ്രതിഭാസമാണിത്. ഇപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ഭൂമിയിലെ ഒരു മേഖലയിൽ ശക്തമായ മഴയും കാറ്റും ലഭിക്കും. എന്നാൽ മറ്റൊരു ഭാഗത്ത് കുറവുള്ള അവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ആഗോള മഴപ്പാത്തി എന്നറിയപ്പെടുന്ന MJO ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയത് ആശ്വാസം തന്നെയാണ്. ഇതോടെ കേരളത്തിൽ ഉൾപ്പെടെ മഴ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. മാത്രമല്ല, MJO അറബിക്കടലിൽ സ്വാധീനം തുടങ്ങിയതോടെ കടലിൽ മേഘങ്ങൾ പതിവില്ലാതെ രൂപപ്പെടുന്നുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിനും കന്യാകുമാരി കടലിനുമിടയിലാണ് മേഘങ്ങൾ ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 48 മണിക്കൂറിലെ ഡാറ്റ പ്രകാരം തെക്ക് മധ്യ അറബിക്കടലിലെ കാറ്റിന്റെ വിന്യാസത്തിൽ മാറ്റം വരികയും പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ഈർപ്പത്തെ ഇന്ത്യൻ കരഭാഗത്തേക്ക് കൊണ്ടുവരുന്നതായും നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ഫേസ് 2-ൽ എത്തുമ്പോഴാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ MJO എത്തുക. കഴിഞ്ഞ 2 ആഴ്ച ഫേസ് 2-ലായിരുന്ന MJO ഇത്തവണ ശക്തമായതിനാൽ കേരളത്തിൽ ശക്തമായ വേനൽമഴ ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. തുടർന്ന് ഇത് ഫേസ് 3-ലേക്ക് മാറും. ഫേസ് 2-ലും 3-ലും മേഘങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ മഴ ലഭിക്കാറുണ്ട്. അറബിക്കടലിൽ നിന്ന് ഫേസ് 3-ലേക്ക് മാറുന്നതിന് മുന്നോടിയായി ബംഗാൾ ഉൾക്കടലിലൂടെയും ഇത് കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ചക്രവാത ചുഴലികളും ന്യൂനമർദ്ദവും രൂപപ്പെടാനുള്ള സാധ്യതയും വളരെ ശക്തമാണ്. മെയ് ആദ്യവാരം ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പത്തിന്റെ ഭാഗമായ കിഴക്കൻ മഴയും കേരളത്തിൽ ലഭിക്കാൻ ഇതിലൂടെ സാധ്യമാകും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ മെയ് ആദ്യവാരം ന്യൂനമർദ്ദം ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.